ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഓണം വരവേൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് മാവേലിനെ ഇനി പറഞ്ഞു വിടേണ്ട വീഡിയോയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്കിത് ചിറ്റയും ഹസ്ബൻഡും പറഞ്ഞു തന്നാണ്. അവരൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന്. ആ ഈർക്കിൽ കിണ്ടിയിൽ വെള്ളം, പിന്നെ നമ്പൂതിരിപ്പൊടി, ഉമിക്കിരിയാണ് സാധാരണ വെക്കേണ്ടത്. അപ്പം നമ്പൂതിരിപ്പൊടി ഉമിക്കിരി ഇല്ലാത്തതുകൊണ്ട് നമ്പൂതിരിപ്പൊടിയാണ് ഞാൻ വെച്ചത്. പിന്നെ ഇത് വെളുപ്പിനാട്ടോ ചേട്ടൻ വെച്ചത്. ചേട്ടൻ കുളി കഴിഞ്ഞിട്ട് വെളുപ്പിന് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ 11 മണി അമ്മ ഉണ്ടായതുകൊണ്ട് അമ്മയാണ് മൊത്തം ക്ലീൻ ആക്കുന്നത്. അപ്പോൾ 11 മണി ഏകദേശം ഒരു 11 മണി ആയപ്പോഴത്തേനുമാണിത് ക്ലീൻ ആക്കാൻ തുടങ്ങിയത് കേട്ടോ. പെട്ടെന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞു. അപ്പോഴത്തേനും അത് വന്നു ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കിണ്ടിയിലെ വെള്ളം തുളസിയിലൊക്കെ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാവേലി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷത്തേക്കാണ്. അടുത്ത വർഷമാകുമ്പോൾ മാവേലി എല്ലാം ഒടിഞ്ഞു പോകുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ നല്ല സുരക്ഷിതമാക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, ഇവിടെ വെച്ചാൽ മതിയോ അല്ലെങ്കിൽ അകത്ത് കൊണ്ട് വെക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ. പിന്നെ അതിന് ശേഷം തറ ക്ലീനാക്കാൻ തുടങ്ങി. തറ മൊത്തം ക്ലീനാക്കി. പൂവൊക്കെ ഉണ്ടായിരുന്നു. ഈ പൂ വാഴല വെച്ചിരുന്നുകൊണ്ട് ആ പൂ അങ്ങനെ വാടിയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. ചെറിയ നനവൊക്കെ ഉണ്ടായിരുന്നു. ഇട്ട പോലെ തന്നെ ഇരുന്നേച്ചു. പിന്നെ മൊത്തം ഈ എതിരേറ്റ എല്ലാം ക്ലീനാക്കി. ഇത് നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ തുണി കൊണ്ട് ചെയ്യണം കേട്ടോ. തുണി കൊണ്ടോ കൈ കൊണ്ടോ ഇങ്ങനെ വാരിക്കളയണം. ചൂല് കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പൂക്കളത്തിലും ആ ഒരു പൂക്കളത്തിൻ്റെ ചെറിയ ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ